ഓ ഇവിടെ ജിമ്മാണോ നടത്തുന്നത്? കുഴപ്പമില്ല, ഇവലത്ത് നല്ല പൂത്ത പൈസയാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു സംഖ്യ മുതലാവും. അപ്പോൾ കള്ളന്മാരൊക്കെ ലക്ഷങ്ങളാണ് വരുമാനം. രാവിലെ വെച്ചപ്പോ സാമ്പാർ ഇങ്ങനെ, ഉച്ചക്ക് വെച്ചപ്പോ സാമ്പാർ ഇങ്ങനെ, പണ്ടൊക്കെ അത് ഓട്ടോമാറ്റിക് ആടുന്നത്. ഓൾക്ക് ശീലായി പോയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഫർസുവിന്റെ വീട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങളിത് പിന്നെ ഓൾറെഡി എന്താ പറയാ, അവര് വീട് കാണാൻ വന്നപ്പോ ഫസ്റ്റ് ഞങ്ങൾ കൂടെ വന്നിരുന്നു. പക്ഷെ വീട് മാറിയപ്പോ ഞങ്ങളില്ലായിരുന്നു, കാരണം ഞങ്ങള് മലപ്പുറത്തായിരുന്നു. അവിടെ അതിന്റെ പർച്ചേസും തിരക്കിലൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അറിയാലോ, കുറച്ച് ലോങ് ആണ്. സോ ഇന്ന് നമ്മൾ വീട് ഫുൾ ആയിട്ട് നടന്ന് കാണാൻ പോവാണ്. അത് മുൻകൂർ ജാമ്യം. ഇത് വീട് കയ്യോളം നമ്മളെ ഓരോ അടുക്കള വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ, അവിടെ ബാത്റൂമും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു ഹോം ടൂർ ആവും. അതായത് ഒരു മാസം മുന്നേ എന്റെ പർസ് 70 കിലോ ഉണ്ട്, ഇപ്പൊ 10 കിലോ കുറഞ്ഞു. ഓ ഇവിടെ ജിമ്മാണോ നടത്തുന്നത്? ശരി, മര്യാദക്ക് ജിമ്മിന് പോകാൻ പറഞ്ഞിട്ട് ഞാൻ ജിമ്മിന് വരില്ല. പിന്നെ അതിന്റെ മിറ്റം വലിയൊരു ടാസ്ക് ആണ്. അത് റോഡ് അവിടെ എൻഡ് വരെ റോഡാണ്. അത് കുറച്ച് ഓവറല്ലേ ഏട്ടാ, 100 മീറ്റർ ഒക്കെ നോക്കാം. ഓക്കെ, 1 കിലോമീറ്റർ മിറ്റം മാത്രമേ ആരാ. ഇത് ഇവര് ഈ എന്താ പറയാ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തൊരു സെറ്റപ്പാണ്. അത് പറയുമ്പോ തന്നെ മനസ്സിലാവും പ്ലാസ്റ്റിക് ആണ്. ഇങ്ങോട്ട് പോയി. പിന്നെ കുഞ്ഞു ചെടികളൊക്കെ ഒരു സെറ്റ് ചെയ്തതാണ്. പെയിന്റ് ഒക്കെ അടിച്ചു. ടയറ് പെയിന്റ് അടിച്ചതാ. ഓ അതിന്റെ ഉള്ളിൽ ചെടി ഉണ്ടോ? കൈ ഇട്ടൊക്കെ ഉണ്ടോ? പാമ്പുണ്ടാവും. ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ ഉച്ച ടൈമായി, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഉള്ളൊക്കെ പോയി കാണാം കേട്ടോ. ഞങ്ങൾ വന്നതുകൊണ്ട് ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫർസു. ഫസ്റ്റ് കാലി പ്ലേറ്റ് ആണ് ഒന്നാമത്തെ സ്പെഷ്യല്. രണ്ടാമത്തെ മുട്ട. കോഴിക്കോടൻ മുട്ട, കോഴിക്കോടൻ ആംപ്ലേറ്റ്. ഇത് ഇടക്കിടക്ക് എല്ലാരോടും ചോദിക്കണ്ടല്ലോ. എന്നോടുണ്ട് എന്നാലും മറ്റേ ഗിരിരാജ മുട്ടനെ കുറിച്ച് ചോദിക്കും. അയ്യേ, എന്താ ഉദ്ദേശിച്ച? തോന്നി. എന്താണ് എന്താ എനിക്കിപ്പൊ ഗ്രില്ല് ചെയ്തോടേനാ? ഞങ്ങൾ പട്ടിണി കിട്ടി നോക്കിയത് ഒരു മുട്ടക്കാരി. ഇതെന്താ പറയാ? എന്നിട്ട് ഇതില് മീൻ കാണില്ലല്ലോ. പിന്നെ ഇതെന്താ പറയാ? സാമ്പാറിൽ വെണ്ടക്ക മാത്രം ഉള്ളല്ലോ. ബീട്രൂട്ട്, അത് ക്യാരറ്റ്, എയർ ഫ്രയറോ? അതെന്താ സാധനം? എനിക്കറിയില്ല മോളെ. ഓക്കെ, പിന്നെ അറിയാലോ അരി. ഓക്കെ, സോറി, ചോറ്. പിന്നെ എന്താ രാവിലെ വെച്ചപ്പോ സാമ്പാർ ഇങ്ങനെ, ഉച്ചക്ക് വെച്ചപ്പോ സാമ്പാർ ഇങ്ങനെ, പല ഐറ്റം കറിയുണ്ട്. പിന്നെ ഞാൻ എന്നോട് പറയാൻ മറന്നു, എനിക്കിപ്പോ വിശപ്പില്ല, ഞാൻ ഇപ്പൊ കഴിക്കണില്ല. ഈ കഴിച്ചോ? കാരണം എന്താ പറയുക, ഇടയ്ക്ക് രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ ഇത്, ഉച്ചക്ക് ഉണ്ടാക്കിയ സാമ്പാർ ഇത്. അതാണ് അവസ്ഥ. അയ്യോ, അപ്പൊ നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്ക്
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഇനി വീട് കാണാൻ പോവാണ്. വീടിന്റെ എൻട്രൻസിൽ തന്നെ ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് ഞാൻ എൻ്റെ അളിയനോട് പറഞ്ഞിട്ടുണ്ടായി ഏണിയൊക്കെ കയറി ഞാനിട്ട് മേലുള്ള റൂമൊക്കെ കാണിച്ചു. ഫുഡ് കഴിച്ചപ്പോൾ ഇവർക്ക് കയറാനാവില്ല. എനിക്ക് അതൊക്കെയാതെ കയറണോ ടാസ്ക്കാണ്. ആകെ 4 സ്റ്റെപ്പ് ഉണ്ട് പോളാറ്. അതാ പോവാ കയറാ. എന്നാ അപ്പൊ നമ്മള് ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ കയറിയ പാട് തന്നെ ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ടേബിൾ ഇവിടെ. ഓക്കെ, ഫാൻ, പിന്നെ ഒരുപാട് സ്വിച്ച് ബോർഡുകളുണ്ട്. പിന്നെ ഇതാണ് ഹാൾ വരുന്നത്. നേരെ പോയാൽ കിച്ചണ്. ഇത് ബാത്റൂമാ? ബാത്റൂമേ. ഓക്കെ, കയറാം. എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് വൈബ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ നട്ടുച്ചൊക്കെ നല്ല തണുപ്പാണ്. നിലയാണെങ്കിലും ഉള്ളാണെങ്കിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് എന്ത് റൂമാടി വരിക? TV റൂമാ? ഓക്കെ, TV ഇവിടെ നിന്നാണ് ഒരു TV കാണാറുള്ളത്. നമുക്ക് അതേത് ഭാഷ? സോ ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഓക്കെ, പറ്റൂല. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾ ഇങ്ങനെ ഒന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് ഓല് കിടന്നുറങ്ങുന്ന റൂം. ഓക്കെ, ആ അത് ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ. കോണി. ആ ഇവിടെ ഒരു ചെരുപ്പ്, ആശിക്ക് കുറെ ചെരുപ്പിന്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് ഒക്കെ മൂലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കിച്ചൺ കുറച്ച് വിശാലമായ കിച്ചണാണ് കേട്ടോ. നിങ്ങൾ കുക്കിംഗ് ചാനൽ എന്തെന്ന് തുടങ്ങി? എവിടെ കൊടുന്ന് കണ്ട് മറ്റേ പിന്നെ ഫോൺ സ്റ്റാൻഡൊക്കെ വെച്ചേക്കണ്? ഓ, വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അല്ലേ? ഓ, ഓക്കെ. അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത്. നല്ല വിശാലമായ കിച്ചണാണ് കേട്ടോ അല്ലേ? വേണമെങ്കിൽ ഇവിടുന്ന് ഷട്ടിലൊക്കെ കളിക്കാം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്റ്റോർ റൂമാണ്. ഓക്കെ, പിന്നെ അപ്പുറത്ത് തിരുവണ വെക്കാണ്. ഓക്കെ, ഇതാണ് കിണറ്. സോറി, മാറി. ഇതാണ് കിണറ്. കാണിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആദ്യം പറയണം. ഇതിവിടെ എന്താ ബാത്റൂം ഉണ്ട്. ആ, വാഷിംഗ് മെഷീന്. തിരുമ്പ് കുളിയൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് എന്തിനാണ് വാഷിംഗ് മെഷീന്? ഇത് പോകുമ്പോൾ വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുപോവാം. പിന്നെ ഇവിടെ ഒരു പുറമെ ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട്. ഓക്കെ, ജോയനെ കുളിപ്പിക്കല് ഈ ബിന്നിലിട്ടിട്ടാണ്. അല്ല, അത് അതിലാണ് അല്ലേ? ഞാൻ വിചാരിച്ചു സിംഗിളിട്ട കുളിപ്പിക്കല്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് താഴത്ത് കാണാനുള്ളത്. പിന്നെ അടുത്തത് ഇനി മേലേക്ക് പോവാ. ഓക്കെ, മുകളിലുള്ള സെന്ററിലെത്തുന്ന ഹോള്, അതായത് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഉള്ള ഹോള് കേട്ടോ. ആ, സൗകര്യങ്ങൾ. ഓക്കെ, നമ്മൾ എക്കോ അടിച്ച് കേൾക്കല്ലേ സൗണ്ട്? ആ, യെസ്. അപ്പോൾ കള്ളന്മാർ, ഈ നാട്ടിലുള്ള പ്രധാന കള്ളന്മാരൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങൾ വീടിൻ്റെ ഫുൾ പ്ലാന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒറ്റക്കേ ഉള്ളൂ. സോ കുഴപ്പമില്ല, ഇവരടുത്ത് നല്ല പൂത്ത പൈസയാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു സംഖ്യ മുതലാവും. അപ്പോൾ കള്ളന്മാരൊക്കെ ലക്ഷങ്ങളാണ് വരുമാനം. സോ കള്ളന്മാരൊക്കെ, നാട്ടിലെ പ്രധാന കള്ളന്മാരൊക്കെ ശ്രദ്ധിക്കുക. ഈ ഏരിയക്ക് എന്താ പറയാ? അറിയില്ലോ? ആലിന്തറ. നമ്മൾ പറയേണ്ടത് എക്കോ അടിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബെഡ്റൂം കാണാം. ഇതാണ് ഇവിടുത്തെ വേറൊരു ബെഡ്റൂം. അടിപൊളി. എനിക്ക് ഇവിടുത്തെ ഈ റൂഫ് ടോപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പക്ഷെ ഇവര് കട്ടിലൊന്നും ഇട്ടിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് അവിടെ. നല്ല സൗകര്യമുണ്ട്, നല്ല സ്പേസ് ഉള്ള റൂമാണ്. ഇനി നമുക്ക് മറ്റേ റൂം, ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. പിന്നെ അപ്പുറത്തെ ഡോർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാനാട്ടോ. ഇതിൽ കൂടെയും കോണി കണക്ഷൻ വരുന്നുണ്ട്. ആ, തുറന്നോ. ഞാൻ ഇപ്പോൾ ഇനി ഈ ബെഡ്റൂം കാണിച്ചിട്ട് വരാം. ഇപ്പൊ വന്ന് മേത്ത് തട്ടീന്. ഇവിടെ പ്രേതം ഇട്ടാണ്ടൊക്കെ അത് ഓട്ടോമാറ്റിക് ആടുന്നത്. ഒരു ഡോറ് തുറക്കാൻ അറിയില്ല. ഹൈവാ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. സോ ഞാൻ വീണ്ടും പറയാണ്,
നാട്ടിലുള്ള പ്രധാന കള്ളന്മാർ ശ്രദ്ധിക്ക്. ഇതിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോർ തുറന്ന ഉള്ളിലേക്ക് കയറാം. ആ CCTV എവിടെ വെച്ചിട്ടുണ്ട്? ആ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണക്ഷൻ കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ കയറാൻ കേട്ടോ, മറക്കണ്ട. മാത്രല്ല ഫർജ, നിങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കല്ലേ ഇവിടെ? വേറെ ആരുമില്ലല്ലോ? കള്ളന്മാർക്ക് കൂടുതൽ സൗകര്യമാണ്. ഇനി അഥവാ പിടിക്കപ്പെട്ടാലും ഓടി കഴിച്ചില്ലാൻ പറ്റും. ചുറ്റും ഫുള്ള് തോടുകയാണ്, കണ്ടാ ഇറങ്ങി മണ്ടാൻ പറ്റും. കള്ളന്മാർക്കായൊരു ഹോം ടൂർ, അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. കാണിച്ചു കൊടുക്കുമ്പോ അതന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞേക്കണേ, ഇതിന്റെ ഉള്ളിൽ പൂത്ത പൈസ ഉണ്ട് വരുന്നവർക്ക് വരാം. തന്നെ എനിക്ക് കൊണ്ട് വിളി CCTV ഒളി ക്യാമറ ആയിട്ടാ വെച്ചേക്കണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് എവിടെ കണ്ടില്ല. ഉണ്ടാവും. അതാ അതങ്ങനെ പ്രശ്നം. ആ ഞങ്ങൾ പിടിക്കൊന്നുമില്ല, ഞങ്ങൾ നൈസായിട്ട് വീഡിയോ എടുത്ത് വെക്കുന്നു, എന്നിട്ട് പിറ്റേന്ന് ഇടും. അതിൽ വീഡിയോയിൽ കാണിക്കാൻ ജസ്റ്റ് ഒരു CCTV കാണിച്ചോട്ടിക്ക വേണ്ട. എവിടെ 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 ഏത് ഏത് ഏത്? അത് വൈഫൈന്റെ കേബിളാണോ? ഓക്കെ, അപ്പൊ ബാ നമുക്ക് ഉള്ളിലോട്ട് കയറാം. ആ ഈ റൂമും കൂടി കാണിക്കാം. ഇത് പിന്നെ പുറത്തേക്ക് ജസ്റ്റ് ഉള്ളൊരു ഡോർ കേട്ടോ. ഇത് അടുത്ത നെക്സ്റ്റ് ബെഡ്റൂം. ഇവിടെ നല്ല റൂഫ് ടോപ്പിൽ അടിപൊളിയായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ 2 റൂമിലും ഒരു കട്ടിലൊന്നും കൊടുത്തിട്ടില്ല, പറഞ്ഞല്ലോ ഒറ്റക്കാണ് ഇവിടെ. ആ ഒരിടക്ക് വന്ന് പോയല്ലേ ഉള്ളൂ. ആ അവരൊക്കെ ജസ്റ്റ് വന്ന് പോകുന്ന ഗസ്റ്റുകളാണ്, അതായത് എപ്പോഴും വന്നിട്ടില്ല. ആ ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓളോ ഹോം ടൂറ്. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. എന്റെ മോളെ ഇപ്പോഴല്ലേ ചോറുന്നേ? എയർ ഫ്രൈ ഓക്കെ ഓക്കെ. അതെ, അതായത് ആദ്യം നമ്മൾ കാസർഗോഡ് പോക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ദിവസം നിന്നിട്ട് അടിപൊളിയാക്കാം കേട്ടോ.